നല്ല വൈകൂട്ടല്ലേ? നല്ല വൈകൂട്ടാണ്. അത് നാട്ടിൽ നിന്ന് കിട്ടുന്നല്ലേ? നാട്ടിൽ തന്നെ സമയം കിട്ടാത്തോണ്ടാണ്, പെരുകാൻ സമയം കിട്ടാത്തോണ്ടാണ്. നല്ല കുട്ടിയാണ്, വളർത്താൻ പറ്റിയ കുട്ടിയാണ്. വീട്ടാവശ്യക്കാർക്ക് ബെസ്റ്റാണ്. അതന്നെ. കൊടുത്തോ? എത്ര ചോദിക്കണേ? ഇതൊരു 22 രൂപ ഇട്ട് കൊടുക്കും. 22 രൂപ. ഏതാ വകുപ്പ് ഇത്? അത് ആ പയ്യൻ കാണാൻ പയ്യ 22 രൂപ കൊടുക്കാം. അല്ല 22 രൂപ എന്തെങ്കിലും പറഞ്ഞാലും കൊടുക്കും. അത് കൊണ്ടേക്ക് കൊണ്ടോണോ വേണ്ട. അതിലെ കൊണ്ടെങ്കിൽ നിറയില്ലെങ്കിൽ അർത്ഥച്ച പറയും. അതിൽ 5-3 വാള് കിട്ടും. 40 ഉറുപ്പിക്ക് മുതലുണ്ട്. ഞങ്ങൾ തിറമ്പറ്റി പറയില്ല. ചോദിച്ചോളി. അതിലൊന്നും ചോദിച്ചു. രണ്ടായിരം നമുക്ക് വിൽക്കോ? ഞാൻ വണ്ടി പിടിച്ചതാ. പിന്നീട് വിളിച്ചാൽ മതി. ഇതെന്റെ കുട്ടിയാണ്. അതിനൊപ്പമാണ്. അതിന് കൂടുതൽ എന്താണെന്നാണ്. കച്ചവടം വരെ അത് ദിവസം വരെ ആർക്കും കൊണ്ട് കൊടുത്തു. ഈ പഴക്കില്ലേ ഇല്ല എന്തെങ്കിലും പറയാം. ഞാൻ പലരുടെ കച്ചവടക്കാരന് ഇല്ലേ അങ്ങനെ പോരാലേ കിട്ടില്ലേ. ശനിയാഴ്ച പെരുമ്പിലാവിൽ, ചൊവ്വാഴ്ച പഴമെന്നുള്ള ശനിയാഴ്ച അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ പേരെന്ത്? എന്റെ പേര് കുഞ്ഞു മുഹമ്മദ്. പൈക്കളാണെങ്കിൽ പിന്നെ വേറെ ഉണ്ടാവല്? വേറെ പിന്നെ അവളെ വലിയ മൂരാളുണ്ട്. മൂരാള് എല്ലാവരും ഫാം ആയിട്ടുണ്ടോ? ഇല്ല, ഫോമില്ല. വീട്ടിലേക്ക് ചന്തയിൽ മാത്രമായിട്ട് കച്ചവടം. സുഹൃത്തുക്കളെ, വാണിയംകുളത്ത് കണ്ട ഒരു സൂപ്പർ പശുവാണ്. ഇതിന്റെ വില ചോദിക്കുന്നത് 40,000 രൂപയാണ്. ഇത് ഏതാ വകുപ്പ് എന്നുള്ളത് നിങ്ങൾ കമന്റ് അടിക്കാറിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അകട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഈ പശുക്കളൊക്കെ അത്യാവശ്യം ഒരു 25-ന് താഴെ റേറ്റിലാണ് പരമാവധി ചോദിക്കുന്നത്. റേറ്റ് ഈ ആഴ്ച വളരെ കുറഞ്ഞ റേറ്റിലാണ് പശുക്കൾക്ക് റേറ്റ് ഉള്ളത് ഈ ആഴ്ച. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നാടൻ പശുക്കൾ മുതൽ ചന്തയിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണിയാവുമ്പോഴത്തൊക്കെ സാധനമൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഈ ആഴ്ച വന്നിട്ടുള്ളതൊക്കെ നല്ല നല്ല പശുക്കളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 25 രൂപന്റെ ഉള്ളിലാണ് റേറ്റ് ഏകദേശം വന്നിട്ടുള്ളത്. പരമാവധി എല്ലാതും വിറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചന്തയിൽ വന്നു കഴിഞ്ഞാലേ പശുക്കളെ തിരയുന്ന ആളുകളുണ്ടെങ്കിൽ വാണിയംകുളം ചന്തയിൽ വന്നാല് നല്ല സൂപ്പർ പശുക്കളെ കൊണ്ടുപോകാം. ഏകദേശം അതിരാവിലെ തന്നെ ഒരു 6 മണി 6:30 ടൈമിൽ വന്നു കഴിഞ്ഞാല് നല്ല അടിപൊളി ഒരു സമയത്തിന് തന്നെ വിറ്റ് പോകുന്നുണ്ട്. നല്ല പശുക്കളൊക്കെ രാവിലെ തന്നെ വിറ്റ് പോകുന്നുണ്ട്. അപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ, പശുക്കളെ വരുന്ന ആളുകൾ നേരത്തെ ചന്തയിലേക്ക് വരിക. അത്യാവശ്യം നല്ല സൂപ്പർ പശുക്കള്, നാടൻ പശുക്കൾ തന്നെ ഈ ആഴ്ച കൂടുതൽ വന്നിട്ടുണ്ട്. ചെറിയ റേറ്റ് ഉള്ളൂ ഈ ആഴ്ച ചന്തയിലുള്ളത്. നാടൻ പൈക്ക ഇതൊക്കെയാണ് ഈ ആഴ്ചയിലുള്ള പശുക്കളുടെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കമന്റ് അടിക്കുക. ഒരു നാടനല്ലാന്ന് പറഞ്ഞ് അവർ ചോദിച്ചപ്പോ അന്വേഷിച്ചപ്പോ ഏതാണെന്നുള്ളതെന്ന് കമന്റ് അടിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ചോദ്യം ഈ പശുക്കൾക്ക് 35 ചോദ്യം നോക്കണ്ട. വളരെ റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 22, 24, 25 ആ റേറ്റിലൊക്കെയാണ് പശുക്കളെ വിറ്റ് പോയിട്ടുള്ളത്. അതിൽ കുറച്ച് ക്വാളിറ്റിയുള്ള പശുക്കളൊക്കെ അതിന്റെ കൂടുതൽ 25, 26, 28 വരെ റേറ്റിൽ പോയിട്ടുണ്ട് ഈ ആഴ്ച. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നാടൻ പശുക്കൾ തന്നെ ഈ ആഴ്ച വാണിയംകുളം ചന്തയിൽ ഉണ്ടെന്ന് തന്നെ പറയും. അതൊരു 10 മണിക്ക് തന്നെ മുഴുവൻ വിറ്റ് പോയി എന്ന് തന്നെ കണ്ട കാഴ്ചകൾ ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈഡിൽ
സൈഡില് കെട്ടിയിട്ട് ഇതൊക്കെ വിറ്റ് പോയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 9:30-10 മണിക്ക് സമയമായപ്പോൾ തന്നെ വിറ്റ് പോയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇനി ബാക്കിയുള്ളത് ഇപ്പൊ ഇവിടെ കയറ് പിടിച്ചിട്ടുള്ള 2 ഇപ്പൊ ഇന്ന് നിലവിലൊക്കെ കുറെ വിറ്റ് പോയി. ബാക്കിയുള്ളതാണ് ഒരു 25-26 റുപ്യക്കാണ് ചോദിക്കുന്നത്. ചോദ്യ റേറ്റ് ആണ്. ഇതൊക്കെ വിറ്റ് പോയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ വിറ്റ് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ആഴ്ചയിലെ വാണിയംകുളം ചന്തയിലെ. ഇതൊക്കെ ഏകദേശം ഒരു 28,500-26 ചോദ്യം ചോദിക്കുന്നത്. ഏകദേശം റേറ്റ് ചോദ്യം നോക്കണ്ട, റേറ്റ് പരമാവധി കുറച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആളുകൾ. ആ ഒരു ലെവൽ 26 ആ ലെവലിലൊക്കെയാണ് വില ചോദ്യം. 26-28 അതിൻ്റെ ഒക്കെ ഉള്ളിൽ. ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് അടിക്കട്ടെ. നാടൻ പശുക്കളാണെന്ന് എന്നോട് പറഞ്ഞു. അവിടെ നാട്ടിൽ നിന്ന് വന്ന കുറെ പശുക്കൾ ഈ ആഴ്ച ചന്തയിൽ വന്നു. ബഗടും കാര്യങ്ങളും ഇതിപ്പോ കുട്ടിയുണ്ട്. രണ്ടുംപാടെ ഈ ഒരു കുട്ടിയും പശുമ്പാടെ പോയിട്ടുള്ള 28,500 പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ കമന്റ് അടിക്കാം. കുട്ടിയും പശുവും കൂടെ പോയിട്ടുള്ളത്. അതുപോലെ ഇതൊക്കെ ചോദിക്കുന്നത് 28 അതിന്റെ ഒക്കെ അടിയിൽ വരും 26. ഏത് കന്നും വാങ്ങും, നിലവാരത്തിൽ തരുന്ന ആളാണ്. നല്ല ഇത് അലി പറയും. അലി വാണികുളത്തിലെ അലി അവൻ ഒന്നും ഒഴിവാക്കൂല, ഏത് കമ്മ്യൂണിറ്റിയിൽ പോകും. ഇത് സിദ്ദിഖ പറയും. വെട്ടിക്കാറ്റിക്കാരനാണ്. വെട്ടിക്കാറ്റി ചെറുത്തി ഭാഗത്ത്. ഇത് വാപ്പിട്ടിക്ക പറയും. ഏതാണ് വാപ്പിട്ടിക്ക പറഞ്ഞ ആള്? വാണിയംകുളത്തെ പുലികളിലെ വലിയ കച്ചവടം കണ്ണൂക്കാരനാ. വലിയ 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 കന്നു വാങ്ങണ ആളാണ്. ആള് മര്യാദക്കാരനാണ്. ഒന്നും കാട്ടില്ല, ഉറങ്ങണം. നിങ്ങടുത്ത് ഉള്ളത് ഞമ്മടുത്തത് പൈക്കളാണ്. പൈക്കള് മാത്രമല്ലത് വേറെ പോസുകളിൽ അപ്പുറത്താ. ഇയാൾ കന്നാണ് ഇയാൾ ഇറക്കാം. വാപ്പിട്ടിക്ക പറഞ്ഞ ആള് വലിയ വലിയ കന്നിറക്കാണ്. ചെറുപ്പശ്ശേരി അറിവ്. ചെറുപ്പശ്ശേരി വലിയ വലിയ കന്നിറക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചയില് വാണിയംകുളം ചന്തയിലെ വിശേഷങ്ങൾ. അതുപോലെ കുറെ ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വാണിയംകുളം ചന്തയിൽ വന്നിട്ട് പശുക്കളെയും അതുപോലെ കന്നുകളൊക്കെ മേടിക്കുന്നത്. ഒരു പശുവിനെ ഈ കുട്ടിയും പശു എന്ന് പറഞ്ഞില്ല നിങ്ങളോട്, അത് പോയിട്ട് കാണാൻ പോയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുപോലുള്ള കുറെ ദൂരത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോയില് ഒരുപാട് കന്നുകൾ അതുപോലെ പശുക്കളെ ഒരുപാട് വീഡിയോസ് ഇനിയും വരും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും മറ്റുമായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ഇനിയും കാണാം. ഓക്കെ.